പട്ടി ചിന്ന അങ്ങനെ അങ്ങനെ. ഇത്രയും നല്ല വ്യൂ ഉണ്ടായിട്ട് എനിക്ക് ഇതാണോ ഫോട്ടോ എടുക്കാൻ കിട്ടിയത്? എനിക്ക് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയെ പറ്റി എന്തറിയാടാ? ഈ പട്ടിയാണോ എൻ്റെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി? എന്താ സോറി, പട്ടിയുടെ ലൈഫ് എന്ന വൈൽഡ് അല്ലേ? നീ കളിയാക്കിക്കോടാ. നോക്കിക്കോ, ഒരു ദിവസം ഞാനോ വലിയൊരു ഫോട്ടോഗ്രാഫർ മൈക്കിൾ ഷൂമാക്കറിനെയൊക്കെ പോലെ മോരടാൻ വെറുതെ അല്ല അവള് നിന്നോട് നോ പറഞ്ഞേ. പോടാ നീ പോടാ നീ പോടാ നീ പോടാ. എനിക്ക് അവളോടൊന്ന് മിണ്ടണം. അവളവിടെ നിൽപ്പുണ്ടല്ലോ, മിണ്ടിക്കൂ. കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അസ്ഥിക്ക് പഠിച്ചിരിക്കുവാണല്ലേ. എടാ നിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവളുടെ ആ കൊന്ത്ര പല്ലും തൊണ്ട കീറുള്ള ശബ്ദം, കുളിക്കുപോലും ചെയ്യാതെ ക്ലാസ്സിലേക്കുള്ള വരവും. എടാ അവളുടെ ഓരോ ഇംപെർഫെക്ഷൻസ് കാണുമ്പോഴും എനിക്ക് അവൾ കൂടുതൽ പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നണേ. എല്ലാവരും അവളുടെ ലുക്കിനെ പറ്റിയും ഡ്രസ് സെൻസിനെ പറ്റിയും ഹെയർ സ്റ്റൈലിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഞാനൊന്നും നോക്കിയിട്ട് പോലുമില്ല. നീ എന്താ നോക്കാറ്? എടാ ഇങ്ങനെ പേടിക്കാനും മാത്രം അവൾ എന്ത് ചെയ്യാനാ? അവൾ എന്ത് ചെയ്യുന്നല്ല, ഞാൻ എന്ത് ചെയ്യുന്ന എൻ്റെ പേടി. നിങ്ങളൊക്കെ അവളുടെ ഫ്രണ്ട്സ്, നിന്റെ ഗേൾ ഫ്രണ്ട് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ എങ്ങാനൊന്ന് പ്രപ്പോസ് ചെയ്ത് അവൾ നോ പറഞ്ഞാ എല്ലാം കൊള്ളാകില്ലടാ. ഇപ്പോഴാണെങ്കിൽ ഒന്ന് കണ്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് ചിരിക്കണമെങ്കിലും ഉണ്ട്. ഇനി അതോടെ നിന്നാ ഇനി 3 വർഷം ബാക്കിയുണ്ട്. ഞാൻ എങ്ങനെയാണ് അവളെ ഫേസ് ചെയ്യുക? ഇതൊക്കെ അവൾ നോ പറഞ്ഞാലല്ലേ? അവൾ യെസ് പറഞ്ഞാലോ? ഞാനും നീയും ഫ്രണ്ട്സ്, നമ്മുടെ ഗേൾ ഫ്രണ്ട്സും ഫ്രണ്ട്സ്. ഇനി 3 വർഷം ബാക്കി. നീ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫ്ലിപ്പ്. നീ എന്താ അങ്ങനെ ആലോചിക്കാതെ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബാക്കി നമുക്ക് നല്ലൊരു ഹംപി ദോശ കഴിച്ചോണ്ട് സംസാരിക്കാം. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ. ഈ തൊണ്ടയിൽ മാത്രമല്ല മനുഷ്യന്മാര് പാടുന്ന പാട്ടും അറിയാലേ? ഹോസ്റ്റൽ വിളിച്ചിരുന്നു, പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത്. ചെയ്തോളാം. എന്താ കേൾക്കുന്നത്? ശരി. യേശുദാസ് ആയിരിക്കും അല്ലേ അയൺ മേഡന്റെ ലീഡ് സിംഗർ? എടി പൊട്ടി, ഡി അങ്ങോട്ട് നോക്ക്. ഓക്കെ ഓക്കെ, ഇപ്പൊ വരാം. ബിസിയാണോ? ദിയരോട് ഒരു ഫുൾ ഡേ കറങ്ങി നടക്കാനുള്ള ചാൻസ് നിനക്ക് ഇപ്പൊ കിട്ടും. എങ്ങനെ? കൂടുതലൊന്നും പറയാൻ സമയമില്ല. ഹിന്ദിക്കാർ ഓൾറെഡി ബഹളം വെച്ച് തുടങ്ങി. നീ നോക്കാം. ഹിന്ദിക്കാര് പണ്ട് ദസറ ഫെസ്റ്റിവലിന്റെ സമയത്ത് ഇതിന്റെ മുകളിൽ നിന്നുകൊണ്ടാണ് രാജാവ് താഴെ നടക്കുന്ന പാട്ടും ഡാൻസും പട്ടാളത്തിന്റെ മാർച്ചും ഒക്കെ കണ്ടിരുന്നത്. ഹിസ്റ്ററി ക്ലാസ് ഒന്നും മതിയാക്കടാ, ഞങ്ങളെ അടുത്ത സ്ഥലം കാണിച്ചതാ. എടാ ഹംപി അങ്ങനെ ഒരാൾ കാണിച്ചു തരേണ്ട സ്ഥലമൊന്നുമല്ല, സ്വയം കണ്ടുപിടിക്കേണ്ട സ്ഥലമാണ്. ഇറ്റ്സ് an explorer's paradise. ഇന്ന് ഹംപിയിലെ നമ്മുടെ ആദ്യത്തെ ദിവസത്തിന് വേണ്ടി വരുൺ has planned something really amazing. 4 ക്ലൂ, 4 ലൊക്കേഷൻ, 4 മണിക്കൂർ ഹംപി മുഴുവൻ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു മാസീവ് ട്രെഷർ ഹണ്ട്. ഞാനിപ്പോ ഒരു ക്ലൂ തരും, അത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്ത ലൊക്കേഷനിലെത്തും. അവിടെ ചെല്ലുമ്പോൾ അടുത്ത ക്ലൂ,
അങ്ങനെ 4 ക്ലൂ സോൾവ് ചെയ്ത് ആദ്യം ഫിനിഷ് ലൈനിൽ എത്തുന്ന ആൾക്ക് ഒരു സ്പെഷ്യൽ സർപ്രൈസ്. സർപ്രൈസ് എന്താ? സർപ്രൈസ് എന്താണെന്നൊക്കെ പറയാം, പക്ഷെ ആദ്യം ടീം ഫോം ചെയ്. ബജാലെ എന്നെ കൂടെ കൂട്ടുവോ? വേണ്ട, നീ ഞങ്ങളുടെ ടീമിലുണ്ട്. ഗുഡ് ബൈ. ഇവരൊക്കെ ഓൾറെഡി അക്ഷയ് കുപ്പി അവളെയും കൂടെ. അവളെയും കൂടെ നമ്മുടെ ടീമിൽ കയറ്റാനായിരിക്കും അല്ലേ? ദിയ, നമുക്ക് ഈ സംരംഭത്തെ ഒരുമിച്ച് നേരിട്ടാലോ? പിന്നെന്താ ദേവിക? ഞാനില്ല, ഞാനും ഗൗതം പ്ലീസ്. ചക്കര ചലോ ചലോ ബസ്. എല്ലാരും റെഡിയല്ലേ? ഞാൻ ഫസ്റ്റ് ക്ലൂ പറയാൻ പോവാണ്. പാപി ചെല്ലുന്നിടം പാതാളം. ഓക്കേ, അപ്പോ ഓൾ ദി ബെസ്റ്റ്. ബജാലെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? വേണോ? നോക്കാന്നേ. ഓക്കെ. ഓക്കെ. പാതാളം ഇവിടെ എല്ലാം കുഴിച്ചിട്ടുണ്ടോ നോക്കിയേ. ഓക്കെ. എന്തുവാടേത്? ഞാൻ ഓൺലൈൻ നോക്കാം, നീ ബുക്കിലോ. പക്ഷെ നമ്മളിപ്പോ എവിടെ നോക്കും? പാതാളല്ലേ, നമുക്ക് പാപി നോക്കാം. ഗൗതം, എനിക്ക് ആൻസർ കിട്ടി. തന്നെ ഒരു രസമല്ല. ഞാനും നിന്റെ കൂടെ കൂടിക്കോട്ടെ. നിനക്ക് കിട്ടിയോ? വേറെ ആർക്കും കിട്ടിയിട്ടില്ല, നമ്മളാ ഫസ്റ്റ്. ഞങ്ങൾക്ക് കിട്ടി. അതെ, ഈ പാപം ചെയ്ത എവിടെ പോന സാധ്യത? ഒന്നില്ലെങ്കിൽ ജയിൽ, അല്ലെങ്കിൽ നരകം. നശിപ്പിച്ചു. പാപം ചെയ്താ വല്ല പള്ളിയിൽ പോയി കുമ്പസാരിക്കണം. കിട്ടി കിട്ടി, വാ 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 വാ. അവളല്ലേ അപ്പോഴേ പറഞ്ഞില്ല അവളെ കണ്ടു. പാപം ചെയ്ത മാപ്പ് ചോദിക്കുന്ന സ്ഥലം അമ്പലം, പാതാളം അണ്ടർഗ്രൗണ്ട്. അതിനിപ്പോ എന്ത് രസാലേ. സത്യം, എന്റെ വീട് പോലെ തന്നെ. വേറെ ആരും എത്തിയിട്ടില്ല അല്ലേ? നമ്മൾ ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് അല്ല, ലാസ്റ്റാ. ഓ, വെറുതെ. ടാ. വേറെ ആരുമില്ല, ബെസ്റ്റ് ചാൻസാ. ചെല്ല് മോളിന്റെ റിസൾട്ട് വന്നു. ചെല്ല്. ഒരു മിനിറ്റ്. ചെല്ല്. ചെല്ലടാ. നിങ്ങൾ അകത്ത് നോക്കിക്കോ, ഞാൻ പുറത്ത് നോക്കാം. ഓക്കെ? പോയി. വരുൺ, നമുക്ക് സംസാരിക്കണം. എന്ത് സംസാരിക്കാൻ? വരുൺ പ്ലീസ്. ക്ലൂ കൊണ്ടടാ. എവിടെ അകത്തോതും വെള്ളത്. ശരിയാക്കി തരാം ട്ടാ. പോയി എടുക്കടാ. വൃത്തിയിട്ടവൻ. കോളേജിലെത്തിയിട്ട് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന വരുണിയാ. ശരിയാ, നമ്മൾ നല്ല ക്ലോസ് ആയി. പക്ഷെ താൻ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഇങ്ങനെയാ, എല്ലാരോടും പെട്ടെന്ന് കമ്പനിയാവും. But that doesn't mean അമ്പിയിലും ഭാർഗവിയിലറിയോ? ഈശ്വര. അന്ന് താൻ എന്തൊക്കെയോ പറഞ്ഞു, അതെല്ലാം ഞാൻ അപ്പ തന്നെ മറന്നു. അതിനുശേഷം ഞാൻ നോർമൽ ആയിട്ടാണ് ബിഹേവ് ചെയ്തത്. പക്ഷെ താൻ നമ്മൾ ഒരേ ക്ലാസ്സിലാ, നമുക്ക് ഒരേ ഫ്രണ്ട്സാ. ഇനി എത്ര നാളെന്ന് വെച്ച് എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യും? സോ പ്ലീസ് വരുൺ, ഫ്രണ്ട്സ്. കുപ്പി പാടാ. അടുത്ത ക്ലൂ പെട്ടെന്ന് സോൾവ് ചെയ്ത് എല്ലാവരും ഓവർടേക്ക് ചെയ്ത് നമുക്ക് ഫസ്റ്റ് ബാഗ്